സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മിനിമം മാർക്ക് നിർബന്ധമാക്കി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ജൂൺ മാസത്തിൽ ചേർന്ന സംസ്ഥാന വിദ്യാഭ്യാസ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് തീരുമാനം. 8ാം ക്ലാസ്സിൽ ഇത്തവണ മുതൽ ഓൾ പാസ് ഇല്ല. അടുത്ത വർഷം 9ാം ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കും. എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും 30% മാർക്ക് നിർബന്ധമാക്കും. 2026-27 10ാം ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു. ഇന്റേണൽ മാർക്ക് കൂടുതൽ നൽകുന്നത് മൂലവും ഓൾ പാസ് മൂലവും സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഈ പരാതി പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് മിനിമം മാർക്ക് നിർബന്ധമാക്കാനുള്ള സർക്കാർ നടപടി. ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷകളിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പിന്നോക്കം പോകുന്നുവെന്ന ആരോപണമാണ് ഉയർന്നിരുന്നത്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് വിദ്യാഭ്യാസ കോൺക്ലേവ് നടന്നത്. ഇതിന്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടാണ് മന്ത്രിസഭ അംഗീകരിച്ചതും. എഴുത്ത് പരീക്ഷയ്ക്ക് പുറമെ നിരന്തര മൂല്യനിർണ്ണയത്തിനും മിനിമം മാർക്കും നിർബന്ധമാകും. നിലവിൽ 2നും കൂടി ചേർത്താണ് വിജയിക്കാൻ ആവശ്യമായ മാർക്ക് കണക്കാക്കുന്നത്. ഇനി ഈ രീതി മാറും. ഇതേ രീതി 8ലും 9ലും നടപ്പിലാക്കാനാണ് തീരുമാനം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മിനിമം മാർക്ക് കൊണ്ടുവരുന്നതിനെ CPM അനുകൂല അധ്യാപക സംഘടനയായ KSTAയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും എതിർത്തിരുന്നു. സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പുറന്തള്ളപ്പെടുന്ന ആശങ്കയാണ് സംഘടനകൾ പങ്കുവച്ചത്. CPM ഇടപെടൽ കാരണം KSTA പിന്നീട് അയഞ്ഞു. മിനിമം മാർക്ക് ഒറ്റയടിക്ക് നടപ്പാക്കരുതെന്ന നിലയിലേക്ക് നിലപാടും മാറ്റി. പഠിക്കാതെ പാസ്സാകാൻ പറ്റില്ലെന്ന രീതിയാണ് നിലവിൽ വരാൻ പോകുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് നടപ്പിലാക്കുക. അടുത്ത വർഷം 9ാം ക്ലാസ്സിലും പിന്നീട് 2026-27 വർഷങ്ങളിൽ 10ാം ക്ലാസ്സിലും ഈ നിബന്ധന കൊണ്ടുവരാനാണ് തീരുമാനം.